നമ്മള് കോഴിക്കോട് പോവാ. കോഴിക്കോട് നിങ്ങൾ എപ്പോ കോഴിക്കോട് നിന്ന് വന്നെന്നും ചോദിക്കും. ഇവിടെ അടിയായിട്ടാ, ഇവിടെ അടിയാണ്, ടോളിൽ അടിയാണ്. എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. അവര് കൊറേ നേരമായിട്ട് എന്തേലൊക്കെ പ്രശ്നം ഉണ്ടാവും അല്ലേ. ടോളിലാണെങ്കിൽ അടി വേണം, അടി ഉണ്ടെങ്കിൽ ഒരു ടോളിന് ഒരു ഗുമ്മുണ്ടാവുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ കല്യാണം. ഫെബ്രുവരി 8 തന്നെ ഇഷ്ടംപോലെ കല്യാണമായിരുന്നു. ഇപ്പൊ ഈ ഒരു സീസണിൽ കല്യാണ സീസണാണ്, ഫുള്ള് കല്യാണമാണ്. പത്ത് പാട്ട് വെച്ച് ഡാൻസ് കളിച്ചേ. പുതിയ സ്റ്റെപ്പാണല്ലോ. എന്താ അത് ഇന്ന് പരിപാടി? നമ്മുടെ മുടി വെട്ടാൻ പോവാ. അവൻ അറിയാണ്ട് ഇന്ന് മുടി വെട്ടുന്നതാണ് നമ്മുടെ ടാസ്ക്. കഴിഞ്ഞിരിക്കുന്നു. ഇനി സെറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഹലോ ഗായ്സ്. ഹലോ. എന്താ ഹലോ, ഒരു പവറിൽ വാ. Hello guys, welcome back to our YouTube channel. So this will be our first vlog after marriage. Yes, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വ്ലോഗാണ് ഗൈസ്. അപ്പൊ നമ്മള് ഒരു സ്ഥലം വരെ പൊക്കോണ്ടിരിക്കുക. എങ്ങോട്ടാ പോകുന്നത്? നമ്മള് കോഴിക്കോട് പോവാ. കോഴിക്കോട് നിങ്ങൾ എപ്പോ കോഴിക്കോട് നിന്ന് വന്നെന്നും ചോദിക്കും. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് കോഴിക്കോട്. നമ്മുടെ സ്റ്റോറി നമ്മൾ പറയാം. എന്താന്ന് വെച്ചാ നമ്മളെ കല്യാണം കഴിഞ്ഞു, ഒരു ദിവസം അവിടെ നിന്നു, അടിച്ചു പൊളിച്ചു. എന്നിട്ട് അടുത്ത ദിവസം കൊച്ചിയിലേക്ക് വന്നു. അമ്മേ ഒരു മിനിറ്റ്. കൊച്ചിയിലേക്ക് വന്നു. കൊച്ചിയിൽ വന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്തു. വീട്ടിലിരുന്ന് ഒന്ന് ഫ്രഷായി, ഒന്ന് കൂളായി, ഒന്ന് എല്ലാം ഓണായിട്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കോഴിക്കോട് പോവാ. ഇനി കോഴിക്കോട് പോയിട്ട് കോഴിക്കോട് കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ കല്യാണം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ അല്ലേ. പെണ്ണിന്റെ വീട്ടിൽ പോവാ, അവിടുന്ന് ഫുഡ് കഴിക്കുക, അടിച്ചു പൊളിക്കുക, റെസ്റ്റ് എടുക്കുക. പിന്നെ നമ്മളെ അവിടുത്തെ കുറച്ച് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അല്ലേ. അപ്പൊ ആ പരിപാടിയൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പൊ ഇന്ന് പോയിട്ട് നമുക്ക് ഒരു 2 to 3 days കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇനി കൊച്ചിയിലേക്ക് പോകുന്നത്. അപ്പൊ അതാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കോഴിക്കോടിലെ സീൻസ് എല്ലാം നമുക്ക് കാണാം. NH66 അല്ലേ? യെസ്, NH66 എത്തിയിട്ടില്ല. നമ്മൾ തൃശ്ശൂർ ഹൈവേയിലാണ്. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞിട്ട് തൃശ്ശൂരിൽ നിന്ന് നമ്മൾ NH66 കയറി കോഴിക്കോട് പോകുന്നു. അപ്പൊ പോകുന്ന വഴിക്കുള്ള സീൻസ് ഒക്കെ ഇന്ന് കാണാം അല്ലേ. മെഹന്തി പോയിട്ടില്ല. അത് നിന്റെ റിങ് കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ. നമുക്ക് അത് പതി കാണിക്കാം. സാധനങ്ങളൊക്കെ കാണിച്ചൊരു വീഡിയോ ചെയ്യാട്ടോ. റിങ് കുറച്ച് വെറൈറ്റി ആയിരിക്കും നിങ്ങൾക്ക് കാണുമ്പോ. റിങ് മാത്രം വെറൈറ്റി ആയിട്ടുണ്ടാവും, ബാക്കിയെല്ലാം വേറെ വെഡിങ് സീൻസ് ഒക്കെ കുറച്ച് വെറൈറ്റി ആയിരിക്കും. പിന്നെ റിങ് നമ്മളൊന്ന് വെറൈറ്റി ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഒരു വീഡിയോയില് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രീ ആയിട്ട് കാണിച്ചു തരാം. നമ്മള് ഫ്രീ ആവുമ്പോ കാണിച്ചു തരാം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നമ്മളൊരു രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. യൂഷ്വലി നമ്മൾ ഇറങ്ങുന്നത് വെച്ച് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊരു കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് ചായ കുടിക്കണം. എനിക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു 7 ഇറങ്ങിയത്, ഇപ്പൊ ഒരു 8:30 ആയി. 8:30 ആയിരുന്നു. വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു 9 വെച്ച് കട തപ്പിട്ട് ഒരു ചായ കുടിച്ചിട്ട് ഇങ്ങനെ പതിയെ പോവാ. നമ്മള് പാലിയക്കര ടോളിൽ എത്തിയിരിക്കുന്നു. കുറെ നേരമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്, വണ്ടിയൊന്നും പോകുന്നില്ല. സാധാരണ ടോളിൽ എത്രയോ മിനിറ്റ് നിന്നാ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാശ് കൊടുക്കണ്ടെന്നൊരു സ്കീമില്ല. അതി അറിയില്ല, അങ്ങനെ എന്തോ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഒരു 8:35 വന്നത്. അപ്പോൾ 1 മിനിറ്റ് ആയി. ഇപ്പം നമുക്ക് നോക്കാം ഇവര് പെട്ടെന്ന് നമ്മളെ വിടുന്നുണ്ടോന്ന്. വിട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് അടി ഉണ്ടാക്കാം കേട്ടോ. അതി അടി ഉണ്ടാക്കാം. അടി ഉണ്ടാക്കിയാലോ? നമുക്ക് ടോള് വെട്ടിച്ചു പോയാലോ? അത് നമ്മളെ ബ്ലോക്ക് ചെയ്തു. ഓക്കെ, അവര് വിട്ടു. ഈ ഇടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം പോയിട്ട് വന്നപ്പോ ഈ ടോളൊക്കെ ഇവര് മാനുവലി ഞാൻ ലാസ്റ്റ് ടൈം നമ്മൾ കോഴിക്കോട് വന്നില്ലേ, അപ്പൊ നീ ശ്രദ്ധിച്ചില്ലേ 2-3 ടോളിൽ ഇവര് മാനുവലി അവര് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആവുന്നില്ലായിരുന്നു. അപ്പൊ മാനുവലി അവര് ചെയ്തോണ്ട് ഇപ്പൊ നല്ല സമയം എടുത്തു. സ്കാനർ വെച്ചിട്ട് സ്കാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നല്ല സമയം എടുക്കുന്നുണ്ടായിരുന്നു ആ ടോള് കടന്നു പോവാൻ വേണ്ടിട്ട്. കൊടുക്കണ്ടെന്ന് തോന്നുന്നു. നമ്മള് ഒരിടത്ത് അങ്ങനെ ടോള് വെട്ടിച്ചു. ഞങ്ങള് വരുമ്പോ ആ ടോള് വെട്ടിച്ചിട്ടാണ് നമ്മള് വന്നത്. അപ്പോ അത് അവരെങ്ങനെ സ്കാൻ ചെയ്തെന്നറിയില്ല. അവിടുന്ന് ഇറങ്ങി വന്നപ്പോ
എനിക്ക് അപ്പം തന്നെ ടോള് എന്ന് പറഞ്ഞിട്ട് 150 രൂപ അവർ അടിച്ചിട്ടുണ്ടായിരുന്നു. അവരെങ്ങനെ അത് സ്കാൻ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ നമ്മൾ താഴെ കൂടെ പോകണമായിരുന്നു. ഓക്കെ, നമുക്ക് വണ്ടി തിരിക്കാം. അല്ലേ താഴെ കൂടെ ഗുരുവായൂർ റൂട്ടല്ല, താഴെ കൂടെ തൃശ്ശൂർ റൂട്ട്. ഇത് അങ്ങോട്ട് പോയിട്ട് കറങ്ങാൻ തോന്നുന്നു. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരു യൂട്ടൺ ഉണ്ടോ നോക്കാം. ഓക്കെ, എന്നാ നമുക്ക് വഴി തെറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മളൊന്ന് തിരിച്ചിട്ട് വരാം. അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഒരു റെസ്റ്റോറന്റും കൂടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അത് തൃശ്ശൂർ അകത്ത് കയറിയിട്ട് തന്നെ കണ്ടുപിടിക്കാം. അകത്തുണ്ടോ? അകത്തുണ്ടാവുമായിരിക്കും. ഓക്കെ, എന്നാ ഞങ്ങൾ ഇപ്പൊ വരാം. അതെ, എന്താ കഴിക്കല്ലേ? വിശക്കുന്ന നമ്മള് കൊറേ നേരം തപ്പി നമുക്ക് ലാസ്റ്റ് ഒരു ആര്യാസ് കിട്ടി. നമ്മൾ ഏതെങ്കിലും ഒരു വെജ് റെസ്റ്റോറന്റിൽ കയറാന്നാണ് കൊറേ നേരം തപ്പിയത്. എന്നിട്ട് തൃശ്ശൂർ സിറ്റിയിൽ ഒന്നുമില്ല. പിന്നെ കുറച്ച് മിക്സ് വെജ് ആൻഡ് നോൺ വെജ് ഉള്ള കണ്ടു, പക്ഷെ മൈൻഡിൽ വെജ് ഓൺലി. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഒരു ആര്യാസ് കണ്ടുപിടിച്ചു. നമ്മള് ശോഭ സിറ്റി മാളുടെ അവിടെ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ദോശ എന്തെങ്കിലും കഴിക്കാം. ഹാൻഡ് വാഷ്. നല്ല വിശപ്പ്, ഒന്ന് കഴിച്ചിട്ട് വരാം. എന്താ ഇത് കഴിക്കാൻ പോകുന്നത്? ഇത് മറ്റേ നമ്മളെ നോർമൽ ആര്യാസ് അല്ലേ? അല്ലെങ്കിൽ അതറിയില്ല, ഇത് ഏതാന്ന് നമുക്ക് നോക്കാം. പോവാന്നത് നീ വന്നു പോകുന്നു. നമ്മള് ഫുഡ് കഴിച്ചു. ഫുഡ് അത്ര ഒരു സുഖമില്ല. അതുകൊണ്ട് എനിക്ക് വീഡിയോ ആര്യാസ് അല്ല, ആര്യാസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പൊ അത്ര സുഖമില്ലാത്തോണ്ട് കഴിക്കുന്നൊന്നും കാണിക്കാൻ തോന്നിയില്ല. അപ്പൊ എപ്പോഴും നമ്മൾ കഴിക്കുന്ന മാത്രം ജസ്റ്റ് കുറച്ച് വിശപ്പ് മാറുന്നവരെ കഴിച്ചു. പക്ഷെ എനിക്ക് അത്ര ഒരു സുഖം കിട്ടിയില്ല. എന്തോ കഴിച്ച പോലെ ഉണ്ട്. എനിക്കൊന്ന് പോകുന്ന വഴിക്ക് വേറെ എന്തെങ്കിലും ജ്യൂസ് എല്ലാം കുടിക്കാന്ന് ആലോചിക്കുന്നത് ഞാൻ. എന്താ വെച്ചാൽ ഇത് അത്ര സെറ്റ് ആയില്ല. പിന്നെ നമുക്കൊരു പ്യുവർ വെജ് തന്നെ തപ്പി നമുക്ക് എവിടെയും കിട്ടാത്തതുകൊണ്ട് കിട്ടിയതിലൊന്ന് കയറിയെന്നേ ഉള്ളൂ. കിട്ടിയതിൽ അത്ര സുഖമില്ലാത്ത ഫുഡാ. അപ്പൊ ഇനി കൂടുതൽ കഴിക്കാൻ തോന്നിയില്ല. ദോശ പോലെ ഇല്ല, എന്തോ പോലെ ഉണ്ട്. ഇതാണ് ആര്യാസ്. നമ്മളെ ഈ ശോഭ സിറ്റി മാളിന്റെ അവിടെ ഉള്ളതാണ്. വരുന്നവര് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിലെ കൂടെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ കയറി കഴിക്കണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. വേണമെങ്കിൽ ഒരു വെജ് റെസ്റ്റോറന്റ് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അതും പറയാം. നെക്സ്റ്റ് ടൈം നമ്മൾ വരുമ്പോ അവിടെ നിന്ന് കഴിക്കാം. നമുക്കിത് പെട്ടുപോയതാണ് നമ്മള്. ഓക്കെ, അപ്പൊ നമുക്ക് പോവല്ലേ? നിക്കേ, ഇതേതാ സ്ഥലം എന്നറിയോ? കച്ചേരി. ഇത് വയലാട്ടോ, നെല്ലൊക്കെ എടുത്തിട്ട് ഇവര് പോകുന്ന. അതാ ഇവിടെ നിന്ന് നെല്ലൊക്കെ എടുക്കുന്ന. ആ ട്രാക്ടറിൽ ഒരു നെല്ല് കുറെ എടുത്തിട്ട് പോകുന്ന കണ്ടായിരുന്നു ഞാൻ കുറച്ചു മുമ്പ്. നെല്ല് സൈഡിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പച്ചപ്പായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോ ആ വ്ളോഗിലിട്ടപ്പോ ഫുള്ള് പച്ചപ്പായിരുന്നു. ഈ സമയം ഇവര് നെല്ലെടുത്ത് തുടങ്ങി. നെല്ല് കൊയ്യുന്ന സമയമായി. ആ ഉരുണ്ട ഒരു സാധനമൊക്കെ ഞാൻ അത് വൈക്കോലാണ് നെല്ലിന്റെ ഉരുട്ടിയിട്ടേക്കുന്നത്. ഈ സ്ഥലത്തായിരുന്നു മോർണിംഗ് ഇവര് കുറെ പേര് വന്ന് നിക്കുന്നതൊക്കെ. കുറച്ച് വന്ന് നിൽക്കാനും നല്ല വൈബ് അടിക്കാനൊക്കെ ആൾക്കാർ വരാറുണ്ടായിരുന്നു. പാർക്കൊക്കെ പോലെ. നമ്മള് ലാസ്റ്റ് ടൈം വന്നപ്പോ ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഇറങ്ങിയില്ല. ഇവിടെ ചായക്കടയിൽ ഈവനിങ് ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. മോർണിംഗ് ആകുമ്പോ ഈ ചായക്കടയൊക്കെ ഓഫ് വന്നു കേട്ടോ. ഇവിടെ 2-3 ചായക്കടയുണ്ട്. ചായ വാങ്ങിയിട്ട് ഈ സൈഡ് നെല്ലിന്റെ അവിടെ പോയിട്ട് പാടത്തിന്റെ അവിടെ ഇരുന്നിട്ട് വൈബ് അടിച്ച് ചായയൊക്കെ കുടിക്കാം. അതാണ്. നമ്മള് കച്ചേരി അവിടെ എത്തി. നല്ല ബ്ലോക്ക് ആയിരുന്നു കുറച്ചു മുമ്പ്. അപ്പൊ ആ ബ്ലോക്ക് കഴിഞ്ഞിപ്പോ ഒരു ഫ്രീ റോഡ് കിട്ടി. ഇനി ഒന്ന് കത്തിച്ച് പോവാം. ഹൈവേ നമ്മൾ കുറ്റിപ്പുറം കഴിഞ്ഞിട്ടാണ് ഹൈവേ കയറുക. അപ്പൊ കുറച്ചും കൂടെ ഉണ്ട്. ഇനി ഒരു 2 hours കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. 1 hour ഉണ്ട്. 117 കിലോമീറ്റർ ബാക്കിയാണ്. 60 കിലോമീറ്റർ 65 കിലോമീറ്റർ എന്തോ ഹൈവേ ഉള്ളൂ. അപ്പൊ ഇനി ഒരു 50 കിലോമീറ്റർ കൂടെ നമ്മൾ ഓടണം, എന്നാലേ ഹൈവേ കയറാൻ പറ്റുള്ളൂ. ഫുൾ ഹൈവേ വന്ന NH66 ഫുള്ള് വന്നു കഴിഞ്ഞാൽ നമ്മൾ സെറ്റാണ്. പെട്ടെന്ന് എടപ്പള്ളിയിൽ നിന്ന് ഡയറക്റ്റ് കയറുക, ആ റോഡ് അങ്ങനെ വരിക. ഇത്ര കറങ്ങണ്ട. നമ്മളിപ്പോ തൃശ്ശൂറൊക്കെ കറങ്ങിയിട്ടാണ് വന്നേക്കുന്നത്. തൃശ്ശൂർ, അങ്കമാലി, ആലുവ റൂട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഇപ്പൊ എന്തായാലും തൽക്കാലം ഈ റൂട്ടാണ് നല്ലത്. മറ്റേ റൂട്ട് കുറച്ച് സീനാണ്. ഒരു പ്രാവശ്യം പോയിട്ട് ഞാൻ പെട്ടായിരുന്നു. റോഡ് പണിയൊക്കെ നടക്കുന്നോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വിടും. റോഡും കറക്റ്റ് അറിയില്ല, മാപ്പിലും കാണിക്കൂല മര്യാദയ്ക്ക്.
കുറച്ച് ചെറിയ റോഡുകളൊക്കെ ഉണ്ട് ഈ വഴി. ഈ റോഡ് പിന്നെ ചെറിയ റോഡാ. നമ്മള് കൊറേ സിറ്റി കയറിയല്ലേ പോകുന്നത്, ഹൈവേ അല്ലല്ലോ. ഹൈവേ ആയി വരുമ്പോ എല്ലാം സെറ്റ് ആവും. ആള് അങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു, എന്തോ പിടിച്ചിട്ട് ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. എന്താ സംഭവം മനസ്സിലായില്ല. അങ്ങനെയാണ്. നമുക്ക് അന്ന് അങ്ങോട്ടേക്ക് പോവാം. പോകുന്ന വഴിക്ക് ഒരു ജ്യൂസ് എന്തെങ്കിലും കുടിക്കാം കുറച്ച് കഴിഞ്ഞ്. അതെ, എന്താ അവസ്ഥ? വണ്ടിയൊക്കെ പറന്ന് പോകുന്നു ഇങ്ങോട്ടേക്ക്. യെസ്, നമ്മൾ ഹൈവേയിൽ കയറി NS66. ഇനി ഫുൾ സ്പീഡ് ഓൺ ആണ് അല്ലേ? സ്പീഡ് ഓൺ, ഫുൾ ഓൺ, പവർ ഓൺ. സ്പീഡ് ഒരു 80 പോകുന്നുള്ളൂ. ഇപ്പൊ നോർമൽ സ്പീഡിൽ ഒരു 80 ഞാൻ മറ്റേ സെന്ററിലുള്ള ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി റൈറ്റ് ട്രാക്കിൽ കയറുമ്പോൾ ഒരു 100 പോകും. 100-120 പോകാൻ തോന്നും കേട്ടോ. വണ്ടിയൊക്കെ കത്തി പൊക്കോണ്ടിരിക്കുന്നത്. നല്ല വെയിലാണ്. നമ്മൾ സൺഗ്ലാസ് ഇട്ടിട്ടുണ്ടെ നല്ലോണം അടിച്ച് കയറുന്നു. തുറന്നു നോക്കുമ്പോൾ എന്തോ പോലെയുണ്ട്. എന്തല്ലേ, നമ്മുടെ വണ്ടിയിൽ ഷെയ്ഡ് കുറച്ചും കൂടെ കുറവാണ്. ഞാൻ ഷെയ്ഡ് കുറച്ചും കൂടെ സെറ്റ് ചെയ്യണമെന്നുണ്ട്. അതായത് എനിക്ക് ഈ സൈഡ് നല്ലോണം വെയിലടിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് അങ്ങോട്ടേക്ക് പോവാണ്. ഇനി ഒരു 2 മണിക്കൂറിൽ നമ്മൾ കോഴിക്കോട് എത്തും. മേ ബി 2 മണിക്കൂർ അത്രേ ഉള്ളൂ. നമ്മൾ ഹൈവേ കയറി. ഇനി നല്ല കത്തിച്ച് വിടാൻ 1.5 മണിക്കൂറുള്ളൂ വീട്ടിലെത്താൻ വേണ്ടിട്ട്. അപ്പൊ നമ്മൾ കോഴിക്കോട് എന്തായാലും 1 മണിക്കൂറിലെത്തും. വീട്ടിലേക്ക് 1/2 മണിക്കൂറുണ്ടല്ലേ കോഴിക്കോട് നിന്ന്. അപ്പോ 1 മണിക്കൂറിൽ നമ്മൾ കോഴിക്കോട് എത്തും. പെട്ടെന്നാണല്ലോ നമ്മൾ അന്നൊക്കെ തിരിച്ചു വരുമ്പോ ഭയങ്കര ലോങ് പോലെ തോന്നി. പക്ഷെ ഇന്ന് വന്നപ്പോ ഞാൻ പെട്ടെന്ന് കേറി ഹൈവേയില്. അതായിരിക്കും. ഇന്ന് നമ്മൾ കൊറേ സംസാരിച്ച് വന്നുകൊണ്ട് അങ്ങനെ ഒരു ഫ്ലോയില് ഇവിടെ എത്തി. ഹൈവേ കയറി. ഇഷ്ടംപോലെ തെങ്ങാ 2 സൈഡില്. നല്ല വ്യൂ ആ, നല്ല രസമുണ്ട്. തെങ്ങ് കൂടുതലാ നമ്മുടെ സൈഡില്. തെങ്ങായിരിക്കും എല്ലാം. അതെ, നമ്മുടെ സൈഡ് തെങ്ങില്ല. തെങ്ങ് കുറവാ നമ്മുടെ സൈഡ്. ഇടുക്കിയില് തേയിലാണ് മെയിൻ. ഇവിടെ തെങ്ങാണ് മെയിൻ. അവിടെ ഫുള്ള് നല്ല. പക്ഷെ എന്നാലും കൊള്ളാം. നല്ല ഒരു വൈബാണ് റോഡ്. നമ്മളൊരു പ്ലാറ്റിനം റിംഗ് ആണ് വാങ്ങിയത് അല്ലേ? അതെ, നോർമൽ ട്രഡീഷണൽ ഒരു സൈഡിൽ നിന്ന് മാറി നമ്മളൊരു ഗോൾഡിൽ നിന്ന് മാറി ഒരു പ്ലാറ്റിനം റിംഗ് ആണ് വാങ്ങിയത്. അതാണിത്, ഇവളുടെ പ്ലാറ്റിനം. ഇത് കറക്റ്റ് ഫോട്ടോ ഇതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ റിംഗ് ഇട്ടു, ചെയിൻ ഇട്ടു, എല്ലാം കഴിഞ്ഞു. ഇനി ഫുള്ള് നമ്മൾ കപ്പിളാണ് അല്ലേ? അതെ അതെ. എന്താ, ഇനിയാണ് നമ്മുടെ ലൈഫ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫുൾ ഓണില്. ഇനി ഫുള്ള് വ്ളോഗാണ്. പിന്നെ നമ്മുടെ ചാനൽ അങ്ങോട്ട് മോണിറ്റൈസ് ആയിട്ടുണ്ട് അല്ലേ? ഹാപ്പിലി ഞങ്ങളുടെ കറക്റ്റ് കല്യാണം കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ചാനൽ മോണിറ്റൈസ് ആയെന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പതിയെ അതെല്ലാം ഒന്ന് ഓണാക്കാം. അപ്പോൾ വ്ളോഗൊക്കെ ഒന്ന് പവറാക്കാം. നമ്മൾ എന്തായാലും ഫുഡിന് ഉച്ചയ്ക്ക് മുമ്പ് അവിടെ എത്താനുള്ള പ്ലാനാണ്. വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ വീട്ടിൽ എന്തായാലും ആക്കി വെച്ചിട്ടുണ്ടോ? അതെ, പിന്നെ ആക്കി വെച്ച് അമ്മ പാവം എന്തെങ്കിലും ഫുഡാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് പോയി കഴിക്കാം. ഇന്നത്തെ ടോളിൽ എത്തിയിട്ടുണ്ട്. ഇത് വെട്ടിച്ചിറ ഫീ പ്ലാസ. ഓക്കെ, ഈ ടോളിൽ എത്തിയിട്ടുണ്ട്. ഈ ടോളിൽ കയറിയിട്ട് നമുക്ക് എത്ര പിടിക്കാം. പക്ഷെ ടോള് ഭയങ്കര 3 ടോളുണ്ട് കേട്ടോ. ഇപ്പൊ കോഴിക്കോട് എത്തുന്നവരെ നമ്മൾ അവിടെ കയറി. ഇപ്പൊ പാലിക്കര ടോള് കയറി 2ാമത്തെ ടോളാന്ന് തോന്നിയത്. ഒരെണ്ണം കൂടെ ഉണ്ട്. 2-3 ടോൾ ഉണ്ട് എന്തായാലും. മാനുവലി ഇവിടെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതാ ഇപ്പൊ മാനുവലി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതാ അല്ല, അവർക്ക് എന്തോ പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ടോ? ഓക്കെ, നമ്മൾ ടോള് ക്രോസ് ചെയ്തു. ഉണ്ടായിരുന്നു ആദ്യം നിന്റെ താലി കെട്ടുമ്പോൾ നിന്റെ ആ ഒരു എമോഷൻ, ഗൂസ് ബംസ് എന്തെങ്കിലും വന്നോ? എനിക്കില്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഇരുന്നിട്ട് ആ പാട്ടിട്ട് ഒരു വൈബ് വന്നപ്പം എനിക്ക് വേറെ ലെവല് ഫീൽ ആയിരുന്നു. ഞാൻ വന്ന് സീതാ കല്യാണം നമ്മൾ ഇട്ടത്, അതിന്റെ ഒരു മ്യൂസിക് വന്ന് ഇവളവിടെ നിന്ന് ഇരിക്കുന്നത്, ആ ഒരു ഫീലൊക്കെ ഭയങ്കര വേറെ ലെവൽ ഫീൽ ആയിരുന്നു. എന്താ വെച്ചാ എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളെ ഒരു ആംബിയൻസ് തന്നെ ആ ഒരു സെറ്റപ്പിലുണ്ട്. പിന്നെ നമ്മുടെ കോസ്റ്റ്യൂമും എല്ലാം കൂടെ വന്നപ്പോ ഭയങ്കര ഒരു കളറായി.
ആ ഫോട്ടോസ് ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര ഒരു കളർഫുള്ളാ, അതൊരു ഭയങ്കര ഫീലായിരുന്നു. പിന്നെ താലി കെട്ടുന്നത് ആ ഒരു സീനൊക്കെ ഭയങ്കര വേറെ ലെവൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ കല്യാണം. അതിന്റെ വീഡിയോസും ഫോട്ടോസൊക്കെ വരുന്നേ ഉള്ളൂ, അതൊക്കെ പതിയെ റിലീസ് ചെയ്യാം. കിട്ടുന്നേ ഉള്ളൂ. ആ കുറച്ച് തിരക്കാണ്, ഭയങ്കര നല്ല മുഹൂർത്തം എന്നാ പറഞ്ഞുകൊണ്ടിരുന്ന ഫോട്ടോഗ്രാഫേഴ്സിന്. എന്താ വെച്ചാൽ Feb 8 തന്നെ ഇഷ്ടംപോലെ കല്യാണമായിരുന്നു. ഇപ്പൊ ഈ ഒരു സീസണിൽ കല്യാണ സീസണാണ്, ഫുള്ള് കല്യാണമാണ്. അവർക്ക് ഭയങ്കര തിരക്കാണ്. അതിന്റെ ഇടയ്ക്കാണ് നമുക്ക് വന്നിട്ട് ഇതൊക്കെ ചെയ്തു തന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം വൈബായിരുന്നു. പിന്നെ ഫോട്ടോഗ്രാഫി നല്ല അടിപൊളിയായിരുന്നു. നമ്മുടെ പ്രീ വെഡൊക്കെ ഫോട്ടോഗ്രാഫി നല്ല രസമുണ്ടായിരുന്നു നമ്മുടെ ഫോട്ടോസൊക്കെ. പിന്നെ പ്രീ വെഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രീ വെഡ് ഭയങ്കര നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ പ്രീ വെഡ് ഷൂട്ട് ചെയ്തത് നമ്മൾ സിയാലിന്റെ അവിടെ നിന്നൊക്കെ ഷൂട്ട് ചെയ്തത്. അത് മാക്സിമം ആൾക്കാർ അത് ഗോൾഫ് കോർട്ടിന്റെ അവിടെ മാക്സിമം കുറെ പേര് പറഞ്ഞ് ഇതാണോ വെച്ചിട്ട് എഡിറ്റ് ചെയ്താണോ എന്നൊക്കെ അറിഞ്ഞു ചോദിച്ചാൽ ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നോണ്ട് അപ്പൊ അവർക്ക് മനസ്സിലായി അത് ഒന്നും അല്ല, അത് നമ്മൾ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്താണ്. അപ്പൊ അങ്ങനെ ഒന്നും ചിന്തിക്കില്ല ആരും. അപ്പൊ അതാണ് ഫോട്ടോഗ്രാഫി പവർ ആയിരുന്നു. നമ്മളെ ഇവന്റ് പ്രോഗ്രാമും നല്ല വൈബായിരുന്നു. അതൊക്കെയാണ്. ഇന്ന് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ കുറച്ച് സമയം എടുക്കും. അതാണ് കല്യാണ കഥകൾ, കല്യാണ സ്റ്റോറീസ്. ഫുൾ ഓഫ് സ്റ്റോറീസ് ആണ്. ഹണിമൂൺ നമ്മള് പതിയെ പ്ലാൻ ചെയ്ത്. നമുക്ക് ലീവ് ഇല്ലാണ്ട് എന്ത് ഹണിമൂൺ? ഓക്കെ, നമുക്ക് ലീവ് ഒക്കെ കിട്ടിയിട്ട് വേണം, ലീവ് ഒന്ന് അപ്ഡേറ്റ് ആയിട്ട് വേണം നമുക്ക് ഹണിമൂൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ. ഇതാണ് ഞാൻ പറഞ്ഞ 3rd ടോള്. അപ്പൊ നമ്മൾ കോഴിക്കോട് എത്തുന്ന മുമ്പ് 3 ടോള് കയറിയിട്ടാണ് വരുന്നത്. ഇവനെന്താ ഇങ്ങനെ കയറുന്നത്? ക്രോസ് വിട്ടൊക്കെ ഇവന് ആ ലാൻഡിലായിരുന്നില്ലേ, ഇവനെന്താ ഇങ്ങോട്ടേക്ക് വരുന്നത്? അവിടെ പോകുന്നില്ലെന്ന് ഓർത്തിട്ട് ഇങ്ങോട്ട് കയറ്റാൻ നിന്നതാ. പക്ഷെ അവിടെ പോകാൻ തുടങ്ങി. എന്താണ് മനുഷ്യന്മാരുടെ മൈൻഡ് അങ്ങനെയാണ്, ഒരു സ്ഥലത്ത് നിൽക്കൂല, അവിടെ ഇവിടെ ചാടി കളിച്ചുകൊണ്ടിരിക്കും. അതെ, എന്നെ പോലെ അല്ലേ? അതെ. നമ്മൾ കോഴിക്കോട് എത്തി. ഇതാ ഫ്രണ്ടിൽ കുറേ ഫ്ലാറ്റ്സ് കാണുന്നില്ലേ? നമ്മൾ ആദ്യം ഈ NH 66 കയറി ഫസ്റ്റ് ഫ്ലാറ്റ് കാണുന്നത് കോഴിക്കോട് എത്തുമ്പോഴാണ്. അതുവരെ ഒരു ഫ്ലാറ്റും കാണൂല, എല്ലാം. ഫസ്റ്റ് ഈ ഫ്ലാറ്റ് കാണുമ്പോഴേ എനിക്ക് മനസ്സിലാവും, ആ ഫ്ലാറ്റ്സ് ഒക്കെ കാണുമ്പോഴേ എനിക്ക് മനസ്സിലാവും കോഴിക്കോട് എത്തിയെന്ന്. ഇതാണ് കറക്റ്റ് അത് ഐഡന്റിഫിക്കേഷൻ പോയിന്റ് എൻ്റെ. അപ്പൊ കോഴിക്കോട് എത്തി. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാം, ഇവളുടെ വീട്ടിലേക്ക് അല്ലേ? അപ്പൊ ഈ ടോളിലൊന്ന് പേ ചെയ്തിട്ട് നമുക്ക് പോവാം. ഈ ടോള് ഭയങ്കര തിരക്കായിട്ടുണ്ട്, സ്ലോ ആണ്. സമയം 12:15 ആയതേ ഉള്ളൂ. നമ്മുടെ എക്സ്പെക്ട് ചെയ്തത് 1 മണിക്ക് കോഴിക്കോട് എത്തുമെന്നാണ് ഓർത്തത്. പക്ഷെ കുറച്ചും കൂടെ നേരത്തെ എത്തി നമ്മള്. കുഴപ്പമില്ല, നല്ലതല്ലേ? കുറച്ച് അധികം നേരം റെസ്റ്റ് എടുക്കാം. രാവിലെ കുറച്ച് നേരത്തെ ഉറങ്ങാം. ഓക്കെ, ഈ ഹൈവേയുടെ പണി പെട്ടെന്ന് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖമായിരിക്കും, പെട്ടെന്ന് എത്താൻ പറ്റും. ഇത് തന്നെ പെട്ടെന്നായിരുന്നു. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ. ഇന്നലെ ഇവക്ക് മറ്റേ ഫിംഗർ ടിപ്സിൽ പോയിട്ട് നെയിൽ റിമൂവ് ചെയ്തപ്പോൾ ഒരു വാലന്റൈൻസ് ഡേയുടെ ഒരു ഗിഫ്റ്റ് വന്നതാ. ഹാപ്പി വാലന്റൈൻസ് ഡേ. എന്താ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആണ്. എന്താ വാലന്റൈൻസ് ഡേക്ക് പരിപാടി? വാലന്റൈൻസ് ഡേക്കോ? കല്യാണം കഴിഞ്ഞില്ലടാ, ഇനി എന്ത് വാലന്റൈൻസ് ഡേ? ഓ, ഇനിയാണ് വാലന്റൈൻസ് ഡേ. ഇനി നമുക്ക് എല്ലാ ഡേയും ഓരോ സ്പെഷ്യൽ ഡേ ആണ്. You are enough and you matter. You are loved and you are valued. ഗേൾസിന് മാത്രം കൊടുക്കുന്ന, ബോയ്സിന് കൊടുക്കത്തില്ലേ? നീയല്ലേ അവിടെ ചെയ്യാൻ പോയത്, ഞാനല്ലല്ലോ. ഞാൻ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെയും തന്നേനെ അവര്. അങ്ങനെയാണെങ്കിലും ഓക്കെ. പക്ഷെ ഉണ്ടല്ലോ, എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊരു നെയിൽ ആർട്ട് ചെയ്യുമ്പോ അത് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതും അവര് കടമയാക്കി എടുക്കണം. പക്ഷെ അതിനൊരു 600 രൂപ വാങ്ങിയത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ? 600 അല്ല 700. ആണോ? അത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ? അതിങ്ങനെ ഇഷ്ടപ്പെടാ. ഞാൻ 5000 കൊടുത്താണ് ആ നെയിൽ ആർട്ട് ചെയ്തത്. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു പോയി നീ റിമൂവ് ചെയ്തല്ലേ? 2 ആഴ്ചയില് ഞാൻ റിമൂവ് ചെയ്തു. അതിനൊരു 700 കൊടുക്കേണ്ടി വരുമ്പോ ഇവിടെ അടിയായിട്ടാ. ഇവിടെ അടിയാണ്, ടോളിൽ അടിയാണ്. എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. അവര് കൊറേ നേരമായിട്ട് എന്തേലൊക്കെ പ്രശ്നം ഉണ്ടാവും അല്ലേ? ടോളിലാണെങ്കിൽ അടി വേണം. അടി ഉണ്ടെങ്കിൽ ഒരു ടോളിന് ഒരു ഗുമ്മുണ്ടാവുള്ളൂ. നീ പോയി കേസ് കൊടുക്കടാ, ഞാൻ നോക്കിക്കോളാം. നിന്റെയൊക്കെ ഇന്നെപ്പോലെ കുറെ ആൾക്കാരെ ഞാൻ കണ്ടു. ഇവരെന്താ ടോള് പിടിച്ചു വലിക്കുന്ന? ഈ ടോൾ ഇപ്പൊ ഇടേണ്ട കാര്യം ഉണ്ടോന്ന് എനിക്കറിയാം. മര്യാദക്ക് ടോളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇട്ടാ പോരായിരുന്നു. ചേച്ചി സീനാട്ടോ ഇത് പിടിച്ചേ. സുമ്മാവാ, ഫുള്ള് സീനാണ്. ലേഡീസിന് സുമ്മാവാ. എന്താ സംഭവം എന്ന് അറിയില്ല, പക്ഷെ അവര് അടിയായിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ വന്നപ്പോൾ അടി ഉണ്ടാക്കിണ്ടായിരുന്നു. അവര് കുറെ നേരം നമ്മളെ പിടിച്ചു നിർത്തി. ഇതില് പെർഫെക്റ്റ് ഒരു റൂൾ ഉണ്ട്. ഇത്ര സമയം ടോള്, അതിന്റെ ഉള്ളില്
ഇവര് നമ്മളെ വിട്ടിട്ടുണ്ടാവണം. വിട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ടോൾ കൊടുക്കേണ്ടതാണ്. അതിന്റെ ഇന്ത്യൻ ജുഡീഷ്യൽ റൂളാണോ എന്തോ ഒരു സാധനം, റൂള്. ആ റൂള് ഇവര് തെറ്റിച്ചാൽ നമ്മൾ കാശ് കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഇതിന്റെ ഡയലോഗ് കേട്ട് നാളെ ആരെങ്കിലും പോയിട്ട് അവര് ടയറിലെ കാറ്റ് പോകുന്നാണ്. നല്ല ബിൽഡിംഗ് അത്, നോക്ക് നല്ല രസമുണ്ട്. കൊള്ളാം അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ നമ്മ കോഴിക്കോട് എത്തി. നമ്മള് കോഴിക്കോട് പിള്ളേരെ വൈബല്ലേ? നീ വൈബാണോ? ഞാൻ വൈബായി. ഒരു മാറ്റം അത് കോഴിക്കോട് പെണ്ണുങ്ങളെ കണ്ടുക്ക, അങ്ങനെ ഒരു പാട്ടില്ലേ? കോഴിക്കോട്ടെ പിള്ളേരെ അങ്ങനെ എന്തോ. ഞാൻ ആരെയും കാണുന്നില്ല. എന്താ നിന്നെ കണ്ടുപിടിക്കുന്നില്ലടാ. നീ കൊച്ചിക്കാരിയല്ലേ ഇപ്പൊ? അല്ലല്ല. അതിന്റെ മിറേഴ്സ് കാണാൻ, ഐ മീൻ വിൻഡോസ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞു. എനിവേസ് ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നമ്മളൊരു കരിമ്പ് ജ്യൂസ് കുടിക്കാന്ന് ഓർത്തു. നല്ല നടുവൊക്കെ വേനെടുക്കുന്നു. എന്താ പറഞ്ഞോ? രണ്ടെണ്ണം പറഞ്ഞോ? ഒന്ന് കുടിക്കോ ഫുള്ള്? ഞാൻ കുടിക്കോ ഒന്ന്? നീ കുടിക്കോ? കുടിക്കോ? രണ്ട് കരിമ്പ് ജ്യൂസ് കുടിക്കട്ടെ, ഒരു റിഫ്രഷ്മെന്റ്. അവിടെ നിന്ന് കയറി പിന്നെ വേറെ എവിടെയും വണ്ടി നിർത്തിയില്ല, ഇവിടെയാണ് നിർത്തിയത്. ഒരു ജ്യൂസ് കുടിക്കാൻ നിർത്തു, പക്ഷെ ഒരു പറ്റിയ സ്പോട്ടൊന്നും കിട്ടിയില്ല. അപ്പൊ കരിമ്പ് ജ്യൂസ് കണ്ടപ്പം കരിമ്പ് ജ്യൂസ് കുടിക്കാൻ നിർത്തു. ഹൈവേ ഒക്കെ ആയതുകൊണ്ട് പിന്നെ കടകളൊന്നും ഇല്ല നല്ലത്. അതെ, ഇങ്ങനെയാണ് ഇവര് കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. എല്ലാരും കണ്ടിട്ടുണ്ടാവുക അല്ലേ? നാരങ്ങയൊക്കെ ഇടുന്നുണ്ടല്ലോ കരിമ്പ് ജ്യൂസില്. നാരങ്ങയൊക്കെ ഇടുന്നുണ്ടല്ലോ. ഇങ്ങനെ കരിമ്പ് ജ്യൂസ് ഇവിടെ നിന്ന് എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. അവിടെ നിന്നാന്ന് തോന്നുന്നു ആ മോട്ടറിന്റെ ഔട്ട് പോകുന്നത്. കരി ഉണ്ടാവും, ഇതിന്റെ ഔട്ടിന്റെ കരിയായിരിക്കും. എങ്ങനെ ഉണ്ട്? നല്ലതാ ഇല്ലേ? മാറുക. ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ വണ്ടി പോലെ ഒരു വണ്ടി പോകുന്നുണ്ട്. നമ്മുടെ വണ്ടി അത്. കൊള്ളാം. നാരങ്ങയുടെ ഒരു ടേസ്റ്റും കൂടെ ഉണ്ട്. അല്ലെങ്കിൽ ചുമ്മാ മധുരം മാത്രമായിരിക്കും. അതെ, പെട്ടെന്ന് റിഫ്രഷ്മെന്റ് നോക്കിയാ 20 രൂപ ഉള്ളൂ കരിമ്പ് ജ്യൂസിന്. അതാ ഞാൻ നോക്കിയത്. അതെത്ര റേറ്റ് കുറവ്? എനിക്കറിയില്ല, നോർമലി ഒരു 50 രൂപ ഒക്കെ ഉണ്ടാവൂലേ? കരിമ്പിന് വില കുറവായിരിക്കും മേ ബി. അതെ, എന്താ പോവാ? എങ്ങോട്ട്? നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണ്ടേ? നമ്മള് വീട്ടിലേക്ക് പോകുമ്പോ കുറച്ച് സാധനങ്ങൾ വാങ്ങിട്ട് പോകണമെന്നല്ലേ അതിന്റെ ഒരു രീതി. അപ്പൊ നമ്മളൊരു ബേബി കെയറിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിട്ട് വരാം. അവിടെ ഒരു കുട്ടി ബേബി ഉണ്ട്, കണ്ടിട്ടുണ്ടാവും തോന്നുന്നു വീഡിയോയിലൊക്കെ. അപ്പൊ അവനെ കളിപ്പിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും വാങ്ങിട്ട് പോണ്ടേ? കളിപ്പിക്കാൻ വാങ്ങുന്നു. അവനെ കളിപ്പിക്കാനോ? അല്ല, എല്ലാവർക്കും എന്തെങ്കിലും വാങ്ങിട്ട് പോകുമ്പോ വാങ്ങിയില്ലല്ലോ അവൻ കളിക്കും. നിന്നെ കളിപ്പിക്കും അവൻ. അതെ, അവനെ നീ കളിപ്പിക്കാണ്ടി. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കൂടെ വാങ്ങിട്ട് നേരെ വെട്ടിക്കറാം. ഷോക്ക് അടിക്കുന്നു. എനിക്കിപ്പോൾ കുറേ ആയിട്ട് ഈ മാഗ്നറ്റിക് ഫോഴ്സ്, ആ ഷോക്ക് കാറിൽ നിന്ന് ഇറക്കുമ്പോൾ ഡോറിൽ തൊട്ടപ്പോൾ ഷോക്ക് അടിച്ച്. എനിക്ക് എന്താന്ന് മനസ്സിലാവുന്നില്ല അത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഡു കമന്റ് ഹിയർ. എന്താ നമുക്ക് കണ്ടുപിടിക്കാം. എന്താ എടുക്കുക? ഡ്രസ്സല്ലേ? ഡ്രസ്സോ? കാസ്റ്റ് 1.5-2 വയസ്സിൻ്റെ ഡ്രസ്സ്. ആൺകുട്ടി. ടോയ് എന്തെങ്കിലും വാങ്ങാം കുഞ്ഞാനേന്. ഏതാ? വലുത് വേണ്ട. വലുത് വേണ്ടല്ലേ? എന്താ അത് വാങ്ങിയത്? ടോയ് വാങ്ങിയിട്ടുണ്ട്. ഒരു ആനക്കുട്ടീനെ വാങ്ങിയിട്ടുണ്ട്. ആനക്കുട്ടി, ഒരു കുട്ടിയാന. കുട്ടിയാനെ വാങ്ങിയിട്ടുണ്ട്. കുട്ടിയാനെ വെച്ച് കളിച്ചോട്ടെ ചെക്കൻ. എന്നിട്ട് പോയിട്ട് കാണാം എന്താക്കുന്ന്. അതിനെടുത്ത് തൂക്കുന്നോ? അടിച്ച് പൊളിക്കും. ആണോ? എന്തായാലും അവൻ പൊളിക്കും. അതൊക്കെ സിമ്പിളായിട്ട് പൊളിക്കും. അപ്പൊ എല്ലാം സെറ്റായി. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി കേറാം അല്ലേ?
ഞങ്ങളൊരു കരിമ്പ് ജ്യൂസ് കുടിച്ചു. നമ്മളെ വീട്ടിലെത്തി. ആരാ ആരാ അതുകൊണ്ട് ആരാ ഇപ്പൊ എടുക്ക വീഡിയോ? എന്താ 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 പാത്ത് കൂട്ടോ, പാത്ത് കൂട്ടോ. എവിടെ എന്താ അതെന്താ അമ്മോ ആരാ വന്നത്? കൊടുക്കണ്ട നടക്കട. അവിടെ ഇരിക്ക. അവിടെ ഇരിക്കാനോ? അവിടെ ഇരിക്കണോ? ഇരിക്കണോ? ഇരിക്കാൻ പറ്റൂല. മൈൻഡ് ആക്കൂല, അത് സ്ഥിര സ്വഭാവം. മൈൻഡ് ആക്കൂല. വന്നാ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ ആരാ ഫോട്ടോ എടുക്കാം. വേഗം ഉറങ്ങിക്കോ, ഞാൻ കുറച്ച് സ്ഥലം വരെ പോവാണ്ട്. അജിത്തോ ഇപ്പൊ പേരായോ? മാമനൊന്നുമില്ലേ? ആരാ ആരാ അഞ്ചിത്താ? അങ്ങനൊന്നും കളിക്കുന്നവരല്ല. അതന്നെ മൈക്കൊക്കെ പൊളിച്ചു. അയ്യോ അതാ പോന്നേ. അയ്യോ ഞാൻ ഇപ്പൊ വരാന്ന് കളിച്ചോളൂ. കളി നോക്ക്. എന്താ പാത്തുകൂടാതെ എന്താ? പാത്ത് പാട്ട് വെച്ച് ഡാൻസ് കളിച്ചേ. പുതിയ സ്റ്റെപ്പാണല്ലോ. പാത്തുക്കുട്ടാ ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ്. എന്താ അത് ഇന്ന് പരിപാടി? നമ്മുടെ മുടി വെട്ടാൻ പോവാ. അവൻ അറിയാണ്ട് ഇന്ന് മുടി വെട്ടുന്നതാണ് നമ്മുടെ ടാസ്ക്. വാവന്റെ മുടിയാണ് ആദ്യം വെട്ടാൻ പോകുന്നത്. വാവന്റെ മുടി പാത്തുട്ടിന്റെ മുടിയല്ല, വാവയുടെ മുടി വെട്ടു. അത് കഴിഞ്ഞിട്ട് അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് ഇന്ന് മോർണിംഗ്. അപ്പൊ തുടങ്ങല്ലേ? പവറാക്ക്. സാധനം എടുക്ക്, മുടി വെട്ടിക്ക് പാത്തു. പാത്തുക്കുട്ടാ പാത്തുക്കുട്ടാ വീഡിയോ വീഡിയോ സീനാണ്. ചെക്ക സീനാണ് കേട്ടോ. ഇപ്പൊ ബാർബർ ഷോപ്പില് മെയിൻ ബാർബർ അവൻ, മെയിൻ ആളാണ്. മുടി മുറിക്കാൻ വേണ്ടി പോവാട്ടോ. ഓ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നില്ല. ഇവളാണ് മെയിൻ ബാർബർ. ഇപ്പൊ അവൻ അറിയാണ്ട് മുടി മുറിക്കുന്നതാണ് ഇപ്പൊ ടാസ്ക്. വെള്ളമൊക്കെ അടിക്കണ്ടേ? മുടി മുറിച്ചേ പാത്തുക്കുട്ടാ, മുടി മുറിച്ചേ. അത് നിനക്ക് അറിയോ? അത് നീ അവന് എന്താ സംഭവം എന്നറിയോ? അവരൊക്കെ അങ്ങനെ പൊക്കിയിട്ട് എന്റെ മാത്രം ആണോ? സീനാണ് ചെക്കൻ. ഈ കത്രികയാണ്, വേറെ ചെറിയ കത്രികയില്ല. ഇവിടെ ഉണ്ടോ ചെറിയ കത്രിക? പാത്തൂടെ ഇല്ലാണോ? അവയുടെ മുടി മുറിച്ചേ, മുടി മുറിച്ചേ. മുറിക്ക് സമയമില്ല. ആഹാ
ഇത് ഇവിടെ രണ്ടുപേരും കഴിഞ്ഞിരിക്കുന്നു. ഇനി സെറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഡ്രയറൊക്കെ ഇട്ട് സെറ്റ് ചെയ്യോ? ഡ്രയർ എല്ലാം വെച്ച് സെറ്റ് ചെയ്യും. കളറായോ? ആനനെ കൊണ്ടുപോവല്ലേ. പലതരം സെറ്റിങ്സ് ആണ് ഇതിനു വേണ്ടിട്ട്. കഷ്ടപ്പെട്ട് നമ്മൾ ഇവിടം വരെ എത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫുൾ ഓൺ. ഫ്രണ്ടിലൊക്കെ അത് കാക്ക വന്നിട്ടല്ലോ. കാക്ക സീനാണ്. ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ടാസ്ക് ഒക്കെ എടുക്കുന്നത്. കൊഴപ്പില്ല. ഇനി ശീലായിക്കോളൂ. സാധാരണ നമുക്ക് കിട്ടുന്ന പണി പോലെയല്ല, ഇതൊരു വലിയ പണിയാണ്. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് കോണ്ടാക്ട് ഞങ്ങള് ഇതുപോലെ ഒന്നും ചെയ്ത് തരില്ല. ഇതെനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. വേണ്ടേ? എന്താ സീനായിട്ട് ഓൾമോസ്റ്റ് നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ടാസ്ക് ഇസ് കംപ്ലീറ്റഡ്. ഇനി കുളിപ്പിക്കാം. എന്താ പത്തോട്ട് കുളിച്ചാലോ? കുളു കുളിച്ചാലോ? കുളിക്കാം. എന്താക്കുന്നേ? എന്തത്? 1/2 കിലോ ഉണ്ടല്ലോ. 1/2 കിലോ എത്ര ഉണ്ട്? ഒരു 750 ഗ്രാം ഉണ്ടാവും. എന്താ ഭയങ്കര തിരക്കാണല്ലോ. കൊറേ നേരം കിച്ചണിലൊന്നും കേറാറില്ലല്ലോ. ഇതെന്താ പതിവില്ലാണ്ട്? അത് നിന്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെ ആക്കി പറ. ഗീ റൈസ് ആക്കി. അമ്മ ഞാനല്ല, ഗീ റൈസ് ആക്കി അവിടെ അടച്ചിട്ടുണ്ട്. അവിടെ കാണിക്കണ്ട. ഫുള്ള് അമ്മ കൊറേ സാധനം അലമ്പാക്കി വെച്ചിട്ടുണ്ട്. ഈ വീട്ടിലൊരു പ്രത്യേകത എന്താന്ന് വെച്ചാ, ഈ വീട്ടില് മൊത്തത്തിലുള്ള എത്ര സാധനം ഉണ്ടാവും വെച്ചാ അത്രയും തന്നെ സാധനം കിച്ചണിലുണ്ടാവും. കിച്ചൺ ഭയങ്കര സാധനങ്ങളെ കൊണ്ട് ഇങ്ങനെ ഡംപ് ചെയ്ത് വെച്ചൊരു സ്ഥലം. അമ്മയ്ക്കാണെങ്കിൽ കൊറേ സാധനം വേണം. അതുകൊണ്ട് ഇത് ജഡ്ജ് ചെയ്യണ്ട. ഇവിടെ സാധനങ്ങളെ എണ്ണം കൂടുതലായതുകൊണ്ട് ഒതുക്കാൻ പറ്റില്ല. നോർമൽ കിച്ചൺ പോലെ ഉണ്ട്. ചെറിയ കബോർഡൊക്കെ സെറ്റ് ചെയ്താൽ അത് ഉണ്ടാവുമല്ലോ. ഇതിനേക്കാളും ഇത് നമ്മളവിടെ കിച്ചണിലാക്കിയാൽ ഇതേപോലെയൊക്കെ വന്ന് കിടക്കൂലേ. പിന്നെ എല്ലായിടത്തും നിൽക്കുകയും എന്താ ചിക്കൻ? എന്ത് ചിക്കൻ ഇത്? ചിക്കൻ ചെട്ടിനാട് ചിക്കൻ ആണോ? ഇതൊരു സ്പെഷ്യൽ ചിക്കനാ. ഏതാ പറ. വെൽവെറ്റ് ചിക്കൻ. എന്ത് ചിക്കൻ? വെൽവെറ്റ്. ഓയിൽ നല്ലോണം ഒഴിച്ചിട്ടുണ്ടല്ലോ. എന്തത്? അത്രയൊന്നും ഇല്ല. ഓയിലുണ്ട്. ഓയിലുണ്ട്. നടക്കൂല കേട്ടോ. ഇത്ര ഓയിലൊന്നും പറ്റൂല. പായസം വെച്ചിട്ടുണ്ടോ? എന്ത് പായസോ? പാലട. അടപ്രഥമൻ. ഓ എന്തത്? പിന്നെ സാലഡ് ആക്കണം. ചിക്കൻ ആവുന്നേ ഉള്ളൂ. പായസം, ഗീ റൈസ്, ചിക്കൻ ഫ്രൈ, പിന്നെ വേറെന്താ? ഫ്രൈ അല്ല, ചിക്കൻ ഒരു റോസ്റ്റ്. റോസ്റ്റ് പോലെ. നിനക്ക് ബിരിയാണിയിൽ കിട്ടുന്ന ചിക്കൻ ഡ്രൈ ഫ്രൈ. ഏതാണ്ട് ബിരിയാണി പോലെ തന്നെ ആവും. സാലഡ്, കുറച്ച് ഫ്രൂട്ട്സ്. കളറായല്ലോ. അത്രയൊക്കെ ഉള്ളൂ. ഇത്ര ഉണ്ടല്ലോ. ഇതിനെന്താ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്ക് ഉച്ചയ്ക്ക് അത് കഴിച്ചിട്ട് നമുക്ക് നോക്കാം. നീ വേഗം സെറ്റൊക്കെ. ഞാൻ കുറെ നേരമായിട്ട് ഒരു ചിക്കു ഷേക്കൊക്കെ കുടിച്ച് ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്നത്. കുറച്ചു നേരമായിട്ട് വേറെ നല്ല പണിയിലായിരുന്നു. അതെ, നല്ല പണിയിലായിരുന്നു ഞാൻ. നിനക്കൊന്നും അറിയില്ല. മറ്റേ ചെറുത് ഉറങ്ങില്ലേ? ഉറങ്ങിയപ്പോ വീട് കുറച്ച് സൈലന്റ് ആയി. കുറച്ച് കഴിഞ്ഞ് വരും ഇപ്പൊ. എന്തല്ലേ നിന്റെ പൂൾ ഏരിയ? ഇവളുടെ പൂൾ ഏരിയ ആണ്. ഇവിടെയാണ് നമ്മൾ സ്വിമ്മിംഗ് പൂൾ പണിയാൻ പോകുന്നത്. അല്ലാതെ ഇൻ ഫ്യൂച്ചർ നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഇവിടെ പണിതിട്ട് മോളിന്ന് ചാടും. അവിടുന്ന് ചാടും. എന്താ ഫുഡായാ? ചിക്കൻ ഗീ റൈസ്. എവിടാ? ചിക്കൻ കറി, സാലഡ് എല്ലാം ആയിട്ടുണ്ട്. കഴിക്കല്ലേ? പായസം കഴിച്ചു കഴിഞ്ഞിട്ടാ? ഓക്കെ. നല്ല വിശപ്പുണ്ട്. 2 ടീ. എന്താ ഇത് എടുക്കാനും സമ്മതിക്കുന്നില്ല. എടുത്തോ. കഴിക്കാനും സമ്മതിക്കില്ല. അതുപോലെ എടുക്കാണ്ടിരിക്കണം. എന്താ ഹായ് ഗൈസ് പറഞ്ഞേ? ഹലോ പറ. ഹലോ.
അപ്പൊ നമ്മുടെ ഇന്നത്തെ ദിവസം ഓൾമോസ്റ്റ് എൻഡായി. നമ്മൾ ഇവിടെ വന്ന് കേറി ഫുഡൊക്കെ കഴിച്ചു, കുറച്ചേരം റെസ്റ്റ് എടുത്തു. ഇവന്റെ കൂടെ കുറച്ചേരം കളിച്ചു അല്ലേ? പാത്തുകുട്ടനെ കുറച്ചുകൂടെ കളിച്ചില്ലേ? ഡാൻസ് കളിച്ചു, പാട്ട് കളിച്ചു, പാട്ട് പാടി ഡാൻസ് കളിച്ചു, അമ്പലത്തിന്റെ കൂടെ കളിച്ചു. അങ്ങനെ കുറച്ചേരം കളിച്ചു, കുറച്ചേരം റെസ്റ്റ് എടുത്തു. പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയി ചായ ഒക്കെ കുടിച്ചു. എന്നാലും നമുക്കത് ഒന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നെക്സ്റ്റ് ഡേ തൊട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ കാണിക്കാം. ഇന്നത്തെ ദിവസം ഓൾമോസ്റ്റ് എൻഡ്. ടുഡേ ഫസ്റ്റ് ഡേ ഇൻ കോഴിക്കോട് ആഫ്റ്റർ മാരേജ് ഈസ് എൻഡ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. channel